അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ ഒരു ഗെയിം കളിക്കും, ഒരു ആക്ടിവിറ്റി. ഇത് ഈ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ അവരുടെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്ന നല്ലൊരു ഗെയിം തന്നെയാണ്. ഇന്നത്തെ നമ്മുടെ മക്കൾ എന്ന് പറയുമ്പം അവർ മൊബൈലിൻ്റെ അഡിക്റ്റുകളായി ഏത് സമയത്ത് മൊബൈൽ റീൽസുകളും ഷോർട്സുകളും അതുപോലെ തന്നെ മൊബൈലും ഗെയിമും അതുപോലെ തന്നെ കാർട്ടൂണൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ മക്കൾ ഇങ്ങനെ പോവുകയാണ്. അവർക്ക് പഠനം എന്ന് പറയുന്നത് അരോചകമായ ഒരു കാലസന്ധിയിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു സമയത്ത് ഇപ്പോൾ നമ്മുടെ വീടുകളൊക്കെ ഉണ്ടാവും, നമ്മളെ മക്കൾ ചെറിയ മക്കളടക്കം മൊബൈൽ കിട്ടിയിട്ടില്ലെങ്കിൽ അവരുടെ ആ സ്വഭാവം ഒന്നായിട്ട് മൊത്തത്തിലൊരു മാറ്റാണ്. അപ്പോൾ നമ്മളത് കാണുമ്പോൾ ചിലപ്പോൾ അത് കരയും, അപ്പോൾ നമ്മൾ മൊബൈൽ കൊടുക്കും. പക്ഷെ നമ്മൾ അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ കരച്ചിൽ 10 മിനിറ്റ് നേരത്തെ കരച്ചിലിന് വേണ്ടിയിട്ട് നമ്മൾ മൊബൈൽ കൊടുത്താൽ ചിലപ്പോൾ ആജീവനാന്തം നമ്മൾ കരയേണ്ടി വരും. അപ്പം നമുക്ക് അവിടെയൊക്കെ പറ്റുന്നൊരു പണി, നമ്മൾ എന്ത് ചെയ്യാം, കുറച്ച് സമയം കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ കുട്ടികൾ മൊബൈലിനൊക്കെ വാശി പിടിക്കുന്ന സമയത്ത് നമ്മൾ തിരക്കുകളൊക്കെ ഒന്ന് മാറ്റി വെച്ച് നമ്മൾ കുട്ടികളോട് കൂടെ കുറച്ച് നേരം കളിച്ചാൽ ആ ശ്രദ്ധ മാറും. അവരാവശ്യം കളിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ കളിയിലേക്ക് അവരെ കൊണ്ടുവന്നാൽ അവരുടെ ശ്രദ്ധ മാറും, അവർക്ക് പിന്നെ കളിയിൽ ശ്രദ്ധ വരും. അപ്പം അങ്ങനെ നമുക്ക് ഈ അഡിക്റ്റായ മക്കളൊക്കെ മാറ്റിയെടുക്കാൻ, അല്ലെങ്കിൽ മൊബൈൽ വല്ലാതെ ചോദിക്കുന്ന കുട്ടികളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. അതിനർത്ഥം കുട്ടികൾക്ക് തീരെ ഫോൺ കൊടുക്കണ്ട എന്നൊന്നുമല്ല പറഞ്ഞതിന്. പക്ഷെ നമ്മൾ അവർക്ക് നല്ല ഗെയിമുകളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ മൊബൈലിലല്ലാതെ നമ്മളും കളിക്കാൻ കൂടി കൊടുത്താൽ അവർക്ക് നല്ല രസകരമായിരിക്കും. ഒരു ആക്ടിവിറ്റിയൊക്കെ നമ്മൾ കണ്ടെത്തി നമ്മളത് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, പിന്നെ ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് തിരക്കാണ്. കുട്ടികൾ നമ്മളെ കളിക്കാൻ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മൾ തിരക്കായിരിക്കും. നമുക്ക് എപ്പോഴാണോ ഒഴിവ് ആ സമയത്ത് നമ്മളെല്ലാവരും മൊബൈലായിരിക്കും. ഇതാണ് ഇന്നത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ നാം മനസ്സിലാക്കി വെക്കേണ്ടത് ചെറിയ ഒരു ആക്ടിവിറ്റിയാണ് ഇത്. നമ്മൾ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുമ്പോൾ, കുട്ടികളോട് ചെയ്യിപ്പിക്കുമ്പോൾ അവർ ഇതിലൊക്കെ വിജയിച്ചാൽ അവർക്ക് നമ്മൾ പ്രോത്സാഹനമായിട്ട് സമ്മാനം കൊടുക്കണം. എന്ന് പറഞ്ഞാൽ മൊബൈൽ കളിക്കാൻ കൊടുക്കരുത്, സമ്മാനമായിട്ട് പ്രോത്സാഹിപ്പിക്കുക. ജയിച്ചാൽ മൊബൈൽ 10 മിനിറ്റ് കളിക്കാൻ തരാം എന്ന് പറയാതെ അവർക്ക് നമ്മൾ എന്ത് ചെയ്യുക, വേറെ എന്തെങ്കിലും സമ്മാനം സന്തോഷത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ കൊടുക്കാം. അപ്പോൾ നമ്മൾ ഗെയിമിലേക്ക് പോവാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കുട്ടികളുടെ പഠന ശ്രദ്ധ കൂടുതലാവാൻ വേണ്ടി, പഠനത്തിലേക്ക് ശ്രദ്ധ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കളിയാണ് ഇന്ന് കളിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളും കുട്ടികളോട് കൂടെ സ്പെൻഡ് ചെയ്തുകൊണ്ട് ഈ കളിയിൽ അവരുടെ കൂടെ നമ്മൾ നിന്ന് കൊടുക്കാം. അപ്പോൾ നല്ല രസകരമായിട്ട് നമുക്കത് അവതരിപ്പിക്കാനും ചെയ്യിപ്പിക്കാനും കഴിയും. അപ്പോൾ ഉമ്മയും ഉപ്പയും അച്ഛനും അമ്മയും എല്ലാവരും അതിൽ കൂടെ നിന്നാൽ, നമ്മളങ്ങനെ പറയാറുണ്ടല്ലോ, നമ്മളെ കൂടെ ആളുണ്ടെങ്കിൽ നമുക്ക് എല്ലാം നേടിയെടുക്കാമെന്ന് പറയുന്നത് പോലെ നമ്മളെ കുട്ടികളുടെ പഠനത്തിലും നല്ലൊരു പുരോഗതിയിലേക്ക് നമുക്ക് എത്താൻ കഴിയും. അതുകൊണ്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കാം നമ്മുടെ മക്കളുടെ കാര്യത്തിൽ. അപ്പോൾ നമ്മൾ ഗെയിം എന്താണ് എന്ന് പറയാൻ പോവാം. അപ്പോൾ ഞാൻ ഇവിടെ ബോർഡുണ്ട്, ഈ ബോർഡിൽ ഞാൻ നേരെ ഒരു വര ഇങ്ങനെ വരക്കാൻ പോവാണ്. എന്നിട്ട് ഞാൻ ഇതിൻ്റെ രണ്ട് ഭാഗത്തും നമ്പേഴ്സ് എഴുതാൻ പോവാണ്. ഇവിടെ 1 2 1 2 3 4 3 4 5 6 5 6 7 8 7 8. ഇത് നമ്പേഴ്സ് തന്നെ ആവണമെന്നൊന്നുമില്ല. നമുക്ക് ഇനി ഈ അറബി അക്ഷരങ്ങളാവാം, അതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് അക്ഷരങ്ങളാവാം, മലയാള അക്ഷരങ്ങളാവാം. ഇതൊക്കെ നമുക്ക് പഠിക്കാൻ, കുട്ടികൾക്ക് നമ്പേഴ്സ് പഠിക്കാനാണെങ്കിൽ നമ്പേഴ്സ് കൊടുക്കാം, ഇംഗ്ലീഷ് അക്ഷരങ്ങളാണെങ്കിൽ അത് പഠിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊടുക്കൊക്കെ പറ്റും. നമ്മൾ എന്താണോ നമ്മളെ അപ്പം നല്ലൊരു രൂപത്തിൽ തോന്നുമെങ്കിൽ ആ രൂപത്തിൽ ചെയ്യാം. ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഇപ്പം നമ്മൾ സെൻട്രലൊരു വരയുണ്ട്, 2 സൈഡിലും നമ്പേഴ്സുകളുണ്ട്. ഇനി ഇതിലിപ്പോൾ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇപ്പോൾ നമ്മോട് പറയുകയാണെന്ത്, ഞാൻ ഈ നമ്പർ ഇങ്ങനെയൊക്കെ എഴുതി, ഇനി ഈ എല്ലാ അക്കത്തിനും നിങ്ങൾ റൗണ്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിരിക്കും. എല്ലാത്തിനും നമുക്ക് റൗണ്ട് ചെയ്യാൻ വളരെ സെക്കൻഡുകളെ കൊണ്ട് നമ്മൾ റൗണ്ട് ചെയ്ത് പോകും. സ്ക്വയർ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ചെയ്യും. അത് വളരെ സിമ്പിളായിരിക്കും. അത് നമ്മോട് ഈ കൈ കൊണ്ട് പറഞ്ഞാലും നമ്മൾ ചെയ്യും. നമുക്ക് 2 കൈ കൊണ്ട് നമുക്ക് ഈ കൈ കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഒരു ശ്രദ്ധ കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ട് ഇതിലേക്ക്. റൗണ്ട് ചെയ്യാനോ ഇപ്പോൾ സ്ക്വയർ ചെയ്യാനോ ഒന്നും നമ്മുടെ ആൾ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണ്ട, ശ്രദ്ധ കൊടുത്ത് വരക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം എന്താ, റൗണ്ട് നമ്മളങ്ങനെ കൊടുത്തു പോകും. അതേ സ്ഥാനത്ത് എപ്പോഴും ഇതിലേക്ക് ശ്രദ്ധ കിട്ടുക എന്ന് വെച്ചാൽ, ഞാൻ പറയുന്നത്
എൻ്റെ കയ്യിൽ 2 ചോക്കുണ്ട്. ഈ 2 ചോക്ക് കൊണ്ട് ഈ ലൈനിൻ്റെ അപ്പുറത്തും ഈ ലൈനിൻ്റെ അപ്പുറത്തുള്ള നമ്പറുകളിൽ ഒരേ സമയത്ത് ഒരേ ആംഗിളിലേക്ക് റൗണ്ട് ചെയ്യണം എന്ന് പറയാം. ഇപ്പോൾ നമ്മൾ 2 കയ്യിൽ ചോക്ക് തന്നിട്ട് നമ്മൾ റൗണ്ട് ചെയ്യാൻ പറഞ്ഞാൽ നമ്പർ 1 അല്ലെങ്കിൽ നമ്പർ 1 റൗണ്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യും. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. കാരണം ഇത് ചെയ്യുന്ന സമയത്ത് നോക്കണേ, നമ്മൾ ഈ കൈ കൊണ്ട് ഇങ്ങോട്ട് വരച്ചു, ഈ കൈ കൊണ്ട് ഇങ്ങോട്ട് വരച്ചു. ഇത് നമുക്ക് ഒരു പ്രയാസമായിട്ട് തോന്നുന്നില്ല, നമുക്ക് വരക്കാം. അതേ സ്ഥാനത്ത് നമ്മൾ ഒരേ ആംഗിളിലേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പോകണേ, നമ്മൾ റൗണ്ട് ചെയ്യണം. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത് കുറച്ച് റിസ്ക്കാണ്. കാരണം ഇപ്പം നമ്മൾ ചെയ്തതൊക്കെ ശ്രദ്ധയില്ലെങ്കിൽ നമുക്ക് വരക്കാൻ കഴിയും. ഇനി ചെയ്യാൻ പോകുന്നത് ഒരേ ആംഗിളിലേക്ക്, അങ്ങോട്ടാണെങ്കിൽ അങ്ങോട്ട്, ഇങ്ങോട്ടാണെങ്കിൽ ഇങ്ങോട്ട്, ഒരേ ഭാഗത്ത് നിന്ന് ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ റൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും ശ്രദ്ധിക്കും. ശ്രദ്ധിക്കാതെ ചെയ്യാൻ കഴിയില്ല. കാരണം നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ടായി പോകും, ഒക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് അത് ഫുൾ ഫിനിഷിങ് ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കൃത്യമായി ശ്രദ്ധിച്ചിട്ട് റൗണ്ട് ചെയ്യുള്ളൂ. നമുക്ക് സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് നോക്കാം, അപ്പോൾ നമുക്കറിയാൻ കഴിയും. അപ്പോൾ ഞാൻ ചെയ്യാൻ പോവാണ്, നോക്ക് നിങ്ങൾ. അത് നമ്മളിപ്പോൾ ഞാൻ നേരത്തെ ചെയ്തപ്പോൾ വളരെ സിമ്പിളായിട്ട് ഞാൻ ചെയ്തു. കാരണം എന്താ, അത് 2 കൈ കൊണ്ടും 2 ആംഗിളിലേക്ക് ചെയ്തപ്പോൾ പ്രശ്നമില്ല. സ്വാഭാവികമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ശൈലിയാണത്. അതേ സ്ഥാനത്ത് ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ രണ്ടും ഒരേ ആംഗിളിലേക്ക് പോകണം. ഇപ്പം നോക്കാം, ഇവിടെ വെച്ചു 2 സ്ഥലം, എന്നിട്ട് 2 ഇങ്ങോട്ട് ഈ ഭാഗത്തേക്കാട്ടോ പോകേണ്ടത്. അപ്പോൾ ഞാനൊന്ന് ശ്രദ്ധിച്ചിട്ടേ വരക്കുള്ളൂ. കാരണം എന്താ, കാരണം അത് എനിക്ക് ഇതിൻ്റെ ശ്രദ്ധ ഇല്ല എന്നുണ്ടെങ്കിൽ പാളിപ്പോകും. ഞാനിപ്പോൾ ഇത് വരക്കുമ്പോൾ ഞാൻ പറയുന്നതിലേക്കല്ല ഞാൻ ശ്രദ്ധിക്കുന്നത്, വരക്കുന്നതിലേക്കാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. കാരണം എന്താ, ഞാൻ പറയുന്നതിലേക്ക് ശ്രദ്ധിച്ചാൽ ഞാനത് വരക്കുന്നത് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പം ഇനി നമ്പർ 2 നമ്മൾ റൗണ്ട് ചെയ്യാൻ പോവാണ്. റൗണ്ട് ചിലപ്പം പല കോലത്തിലാവട്ടോ, അത് വേറെ വിഷയം. അപ്പോൾ നമ്മൾ ഇത് എന്തിനാ വെച്ചാൽ ശ്രദ്ധിക്കണം. നമ്മൾ ശ്രദ്ധ കിട്ടും നമുക്കിങ്ങനെ. നോക്ക് നിങ്ങൾ. ഇനിയും 3 4 5. നമ്മളൊരു ശ്രദ്ധ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ നേരെ ഉൾട്ടായിട്ട് നമ്മൾ വരക്കും. 2 ദിശയിലേക്കും കൂടെ വരക്കും. അപ്പോൾ കണ്ടങ്ങളെ, ഇതിപ്പോൾ ഞാൻ 2ഉം ഒരേ ആംഗിളിലേക്കാണ് നമ്മൾ വരച്ചത്. പക്ഷെ അത് വരച്ചപ്പം നേരത്തെ എനിക്ക് വരക്കാൻ വളരെ സിമ്പിളി അങ്ങനെ വരച്ചിരുന്നു. പക്ഷെ എനിക്ക് ഇപ്പോൾ ഇത് വരച്ചപ്പം എനിക്ക് അത്ര സ്പീഡിൽ വരക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ, ഞാനത് ശ്രദ്ധിച്ചിട്ടാണ് വരക്കുന്നത്. ഇതുപോലെ നമ്മുടെ കുട്ടികൾക്ക് ഓരോ ഗെയിമുകളും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, ഒരു ആക്ടിവിറ്റി നമ്മൾ കൊടുത്താൽ അവർക്കൊരു അത് കൊടുത്ത് നമ്മൾ പോവരുത്. നമ്മൾ കൂടെ നിന്ന് അവരൊരു എന്താ പറയുക, ഒരു മോട്ടിവേഷൻ കൊടുത്തിട്ട് അവരിങ്ങനെ വളരെ എന്തോ സംഭവം പോലെ ആക്കിയിട്ട് നമ്മൾ എന്തിനും അവർക്കത് കൊടുത്ത് അവർ ചെയ്തു തന്നാൽ അവർക്കൊരു പ്രോത്സാഹന സമ്മാനമൊക്കെ കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ കുട്ടികൾക്കും ഇതിൽ താല്പര്യമായിരിക്കും. അങ്ങനെ അവർ ഈ മൊബൈലും മറ്റു കാര്യങ്ങളൊക്കെ ഒരു മാറി പഠനത്തിലേക്ക് ഒരു ശ്രദ്ധ കിട്ടും. ഈ ശ്രദ്ധ ഇത് ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചതുപോലെ തന്നെ കുട്ടികളൊക്കെ അത് ശ്രദ്ധിക്കും. കാരണം എന്താ, അവർക്ക് തെറ്റിപ്പോകും. ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ പിന്നെ അവർ പഠനത്തിലേക്കും കാര്യത്തിലേക്കും ശ്രദ്ധ അവർക്ക് കിട്ടും എന്നുള്ളൊരു ഉറപ്പ് നമുക്കുണ്ടാവും. ഇതാണ് ഇന്നത്തെ നമ്മുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും മറ്റൊരു ആക്ടിവിറ്റിയുമായിട്ട് വീണ്ടും കാണാം എന്നോടൊപ്പം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.